ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. വല്ലാത്ത ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. നമ്മൾ ഓതണം, മക്കൾ ഓതണം. വീട്ടിൽ ആരെങ്കിലും ഓതാതിരിക്കരുത്. ഒരു വീടിന്റെ വരുമാനമാണ് സൂറത്തുൽ വാഖിഅ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിലേക്കുള്ള വരുമാനം, സാമ്പത്തിക ബറക്കത്ത് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ മുൽക്ക് നമ്മുടെ ഭാവിയാണ്, ഖബറാണ്. കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അൻ മസ്റൂഖ് ഖാല, പുണ്യ നബിയുടെ ഒരു ഹദീസ് സ്വഹാബികൾ പഠിച്ചെടുത്തത്. من سره أن يعلم علم الأولين والآخرين وعلم الدنيا وعلم الآخرة فليقرأ سورة الواقعة. ഇൽമ ഉണ്ടാവണോ, വാഖിഅ ഓതൂ. സൂറത്തുൽ വാഖിഅ വളരെ ചെറിയ സൂറത്ത്. ഒരു ദിവസം ഒരാൾ 100 ആയത്തെങ്കിലും ഓതണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. 100 ആയത്തിൽ കുറയാൻ പാടില്ല. ഒരു ദിവസം 100 ആയത്ത് നമ്മൾ ഓതണം. ഈ 100 ആയത്ത് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാടൊന്നുമില്ല, വളരെ നിസ്സാരമാണ് 100 ആയത്ത് എന്നൊക്കെ പറഞ്ഞാൽ. 100 ആയത്ത് ഒരു ദിവസം ഓതണമെന്ന് മഹാന്മാർ പറയുമ്പോ ആ 100 ആയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി സൂറത്തുൽ വാഖിഅയാണ്. എന്തുകൊണ്ട്? 96 ആയത്ത് അവിടെ തന്നെ ഉണ്ട്. എവിടെ? സൂറത്തുൽ വാഖിഅ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين. മനോഹരമായ വരികൾ പരിശുദ്ധമായ ഖുർആനിലെ 96 ആയത്തുകളാ സൂറത്തുൽ വാഖിഅയിലുള്ളത്. 100 ആയത്ത് ഒരു ദിവസം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഈമാൻ ഫസാദാവൂല. 96 എണ്ണം വാഖിഅയിലുണ്ട്. വാഖിഅ പദവുണ്ടെങ്കിൽ വലിയ ഒരു അദബ് ജീവിതത്തിൽ ഉണ്ടാകും. ഇൽമ് നന്നാവും. ഇൽമ് എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ഫർളും ശുർത്തും മാത്രമല്ല, പഠിക്കാൻ പറ്റിയ എല്ലാത്തിനും ഇൽമ് എന്നാ പറയാ. ഇൽമ് അള്ളാഹുലേക്കുള്ളതാവണം. മക്കള് പഠിക്കണ്ടല്ലോ, വാക്യം എഴുതാൻ പറയും. മക്കളെ കൊണ്ട് പഠിക്കുന്ന മക്കള് നിർബന്ധമായിട്ടും വാക്യം ഓതണം. എന്തുകൊണ്ട്? ഞാൻ എപ്പോ ഓതിയ ഹദീസ് അതാ പറഞ്ഞത്. അത് മാത്രല്ല, മക്കളത് പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 7ാം ക്ലാസ് അങ്ങ് കഴിയുമ്പോഴേക്കും വാഖിഅ മനപ്പാടാക്കിയ വിടുന്നത്. നമ്മുടെ മദ്രസ സിലബസിൽ വാഖിഅ മനപ്പാട, സൂറത്തുൽ മുൽക്ക് മനപ്പാട. ആലോചിച്ച് നോക്കണം. പുണ്യ നബിയുടെ ഹദീസ് മഹാന്മാർ ഉദ്ധരിക്കുന്നു. മഹാനായ ഇബ്നു അബീ ശൈബ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരിയുടെ ഉസ്താദ് റളിയല്ലാഹു അൻഹു, മൻ സറഹു അൻ യഅലമ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ വഇൽമദ് ദുനിയാ വൽ ആഖിറ. മുൻപ് കഴിഞ്ഞു പോയവർ പഠിച്ചു വെച്ച അറിവ് കിട്ടണോ, ഇനി വരാനുള്ളവർ പഠിക്കാനുള്ള അറിവ് കിട്ടണോ, ദുനിയാവിന്റെ അറിവ് കിട്ടണോ, ആഖിറത്തിന്റെ അറിവ് കിട്ടണോ, ഭൗതിക അറിവും ആത്മീയ അറിവും
ഏതൊക്കെ പേര് ചൊല്ലി വിളിച്ചാലും അറിവ് ബറക്കത്തുള്ളതാവണോ, അറിവ് ഉപകാരമുള്ളതാവണോ. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ ഓതട്ടെ, അറിവ് ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഠിച്ചിട്ട് മനസ്സിൽ കേറണില്ല ഉസ്താദേ. പഠിച്ചാ മനസ്സിൽ കയറും. പഠിച്ചതിനാ മനസ്സിൽ കയറിയതെന്ന് പറയാ, പഠിക്കാത്തതാ മനസ്സിൽ കയറാത്തത്. അതാണ് അതിന്റെ മനഃശാസ്ത്രം. പക്ഷെ അതിലേക്ക് മടി കളഞ്ഞ് വരികയും വന്ന് പഠിച്ചുണ്ടാക്കിയത് ഉപകാരപ്പെടുകയും ചെയ്യണോ. വാക്യ ഓതിക്കോളാൻ സയ്യിദുനാ റസൂലുള്ളാഹി. മക്കളെ പഠിപ്പിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കിടക്കാൻ വേണമെന്ന് ഡിഗ്രി, ചുമ തെണ്ടാൻ പോകാൻ വേണം ഒരു MA. അത്രയും പഠിച്ചിട്ടും ഒരു ഉപകാരമില്ല. ഒരു കുട്ടീനെ വളർത്തി ഒരു 22 വയസ്സ് വരെ അതിനെ വളർത്തിയെടുക്കാൻ നമ്മൾ തിന്നാൻ കൊടുക്കുന്നതും ഉടുക്കാനും ഇടാനും ഉടുക്കാനും കൊടുക്കുന്നതും കണക്ക് കൂട്ടിയാലും 10 കൊല്ലം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയതും കണക്ക് കൂട്ടിയാലും കൂടുതൽ പണം ചെലവാകുന്നതും ടെൻഷനാകുന്നതും ഈ പഠിക്കാൻ പോയ കെയറോഫിലാണ്. പഠനം അത്ര റിസ്കാ. പഠനം കൊണ്ട് ഉപകാരം ഉണ്ടാവണം. അള്ളാഹു ഉപകാരം തരട്ടെ. മക്കളുടെ പഠനത്തിൽ ഉപകാരം ഉണ്ടാവണോ, സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചോളൂ. ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന പഠിക്കുന്നതിന് മാത്രമല്ല, പഠനത്തിൽ ബർക്കത്തുണ്ടാവാൻ മാത്രമല്ല. കേട്ടോളൂ, ഹദീസ് കേട്ടോളൂ. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, സമ്പത്തുണ്ടാവണോ, സൂറത്തുൽ വാഖിഅ ഓതിക്കോ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, സൂറത്തുൽ വാഖിഅ സമ്പത്ത് ഉണ്ടാവാൻ, സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ സൂറത്തുൽ വാഖിഅ. ഫഖറഊഹാ, നിങ്ങളും ഓതണം. വഅല്ലിമൂഹാ ഔലാദക്കും, വീട്ടിലുള്ള എല്ലാവരും ഓതണം. ഓതാൻ അറിയാത്ത മക്കൾ അത് പഠിപ്പിച്ചു വളർത്തണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസിൽ പറഞ്ഞ വാക്യയുടെ ശ്രേഷ്ഠത സമ്പത്തിൽ ബർക്കത്തുണ്ടാവല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കേട്ടവഴായത്, ഒരുപാട് കേട്ടിട്ടുണ്ടാകുമെന്നാലും പറയട്ടെ. മറ്റൊരു ഹദീസ് ദുർറുൽ മൻസൂറിൽ തന്നെ കാണാം. മഹാനായ അനസ് തങ്ങൾ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിഅ. നിങ്ങളുടെ ഭാര്യമാർക്ക് വാഖിഅ അറിയോ എന്ന് ചോദിക്കണേ, ഇല്ലെങ്കിൽ പഠിപ്പിക്കണേ. ഭാര്യക്ക് അൽ വാഖിഅ അറിയോ എന്ന് ചോദിക്കണേ. ഇല്ല എന്ന് പറഞ്ഞാൽ ഭർത്താവേ നിന്റെ ബാധ്യതയാ, അവളെ അൽ വാഖിഅ നീ പഠിപ്പിക്കണേ. എന്തുകൊണ്ട്? ഫഇന്നഹാ സൂറത്തുൽ ഗിന, നീ ജോലിക്ക് പോയാൽ സമ്പാദ്യം വീട്ടിലുണ്ടാവണോ, പെണ്ണ് വാഖിഅ ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നീ ജോലി ചെയ്താൽ, നീ ബിസിനസ് ചെയ്താൽ നിനക്ക് സമ്പാദ്യം ഉണ്ടാകണോ, നിന്റെ പെണ്ണ് വാഖിഅ ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിഅ ഫഇന്നഹാ സൂറത്തുൽ ഗിന. നീ ജോലി ചെയ്താൽ സമ്പാദ്യം നിലനിൽക്കാൻ നിന്റെ പെണ്ണ് വാഖിഅ പഠിച്ചവളും ഓതുന്നവളുമാവണമെന്ന് എന്റെ വകയല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണാണാൻ പോകുമ്പോ ചോദിച്ചേക്കണം മരുമോളാവാൻ പോണ കുട്ടിയോട്, മോളെ PG കഴിഞ്ഞാ? അത് ചോദിച്ചോ, കുഴപ്പമില്ല. അതിന്റെ കൂടെ ചോദിക്കുന്നത് വാഖിഅ ഓതാൻ അറിയാവോ എന്ന് ചോദിക്കണം. ഇല്ല, മദ്രസയില് പണ്ട് പഠിച്ച, എന്നാ മോളെ ഉമ്മ ഒരു കാര്യം പറയാം, അല്ലെ വാപ്പ ഒരു കാര്യം പറയാം, കല്യാണത്തിന് ഇനിയും 2 മാസമുണ്ട്, മോള് ഒന്ന് വേഗം പഠിച്ചോ. നമ്മുടെ വീട്ടില് വാഖിഅ എല്ലാവരും ഓതലുള്ള. അപ്പൊ നീ അത് വാഖിഅ പഠിച്ചിട്ട് കല്യാണത്തിന് മുമ്പ് റെഡിയായി ഉഷാറായിട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോഴാണല്ലേ മിഠായി കൊടുക്കലൊക്കെ ഉണ്ട് തോന്നുന്നു ഇപ്പൊ അല്ലേ. അപ്പൊ വാഖിഅ ഓതാൻ പഠിക്കാൻ നമ്മൾ നിർദ്ദേശിക്കണം. നമ്മുടെ സ്വന്തം മക്കളെ പഠിപ്പിക്കണം, ഉറപ്പുവരുത്തണം. മക്കള് പഠിക്കുന്നതിൽ ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ, സമ്പത്ത് വർദ്ധിക്കാൻ. കേട്ടോളൂ,
അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അന്നബി റളിയല്ലാഹു അൻഹു ഖാല മരിദ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മർദഹു അല്ലദീ തുവഫിയ ഫീഹി ഫഅദഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വഹാബിയായ ഇബ്നു മസ്ഊദിന് രോഗം വന്നു. സാധാരണ രോഗമല്ല, ആ രോഗത്തോടു കൂടെയാണ് ഇബ്നു മസ്ഊദ് വഫാത്തായത്. ഇബ്നു മസ്ഊദ് ആരാ? ഖുർആനെ സ്നേഹിച്ച മഹാൻ, ഖുർആനെ നെഞ്ചോട് ചേർത്ത മഹാൻ ഇബ്നു മസ്ഊദ് എന്ന മഹാനായ സ്വഹാബി. ഹബീബായ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായി ഇബ്നു മസ്ഊദ് ഓതുന്നത് കേൾക്കാൻ. റളിയല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ എന്തോ സംസാരിക്കാൻ പോയി. ഹബീബായ നബി പോയി, കൂടെ ഞാനും പോയി. സിദ്ദീഖിന്റെ വീട്ടിലായിരുന്നു സംസാരം. സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. രാത്രി ഇത്തിരി വൈകിട്ടുണ്ട്. ആരുടെയും കാൽപെരുമാറ്റങ്ങൾ റോഡിലോ വഴിയിലോ എവിടെയല്ല, എല്ലാവരും നിശബ്ദതയിലാണ്. അപ്പോഴുണ്ട് പരിശുദ്ധ മസ്ജിദിൽ ഒരാളെങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതാ. മൂപ്പര് നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിലായിട്ട് ഓതുന്നു. ഫൈദം ബിറജുലിൻ ഖായിമിൻ യുസല്ലി ഫിൽ മസ്ജിദ്. ഉമർ ഇബ്നുൽ ഖത്താബ പറയുന്നത്, സിദ്ദീഖിന്റെ വീട്ടിൽ നിന്നും റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ തിരിച്ചു പോന്നപ്പോ ഞാനും പോന്നു കൂടെ, സിദ്ദീഖ് കൊണ്ടുകൂടെ. ആ സമയത്ത് പള്ളിയിൽ ഒരാൾ നിസ്കരിക്കാൻ നല്ല ഉറക്കം ഓതുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ, അടങ്ങണേ, നിന്നേ. കാൽ പെരുമാറ്റത്തിന്റെ ശബ്ദം പോലും നിശബ്ദതയായി കഴിഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ആരാണ് ഓതുന്നതെന്നറിയുമോ? ഹബീബായ നബി തങ്ങളുടെ മൗനം നിറഞ്ഞ മുഖത്തിന്റെ ചോദ്യമാ. ആർക്കെങ്കിലും മൻ സറഹു അൻ യഖറഅൽ ഖുർആന റത്ബൻ കമാ നുസില ഫൽഖറ അലാ ഖിറാഅതി ഉമ്മി അബ്ദ്. വഹ്യ് ഇറങ്ങിയ പോലെ ഒന്നോതാൻ, മഹാനായ ജിബ്രീൽ ഓതിയ പോലെ ഒന്നോതാൻ. ജിബ്രീലിന്റെ മനോഹരമായ ശാബ്ദിക മിശ്രണങ്ങളെ ഒന്ന് അനുകരിക്കാൻ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദ് ഓതുന്ന പോലെ ഓതട്ടെ. ജിബ്രീലിന്റെ പാരായണത്തെ പോലെ തോന്നിക്കുന്ന പാരായണം, കേൾക്കാൻ മധുരമുള്ള പാരായണം ഇബ്നു മസ്ഊദിന്റെ പാരായണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഒരുപാട് ഓതി സ്നേഹിച്ചു പോന്ന ഇബ്നു മസ്ഊദ്. ഒരു ഹദീസും കൂടി പറയാം. സഹീഹുൽ ബുഖാരി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഅ അലയ്യ. ഇബ്നു മസ്ഊദ് പറയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, മോനെ നീ ഒന്ന് ഓതണേ, ഞാൻ കേൾക്കട്ടെ. ഞാൻ ചോദിച്ചു, അഖ്റഉ അലൈക, നബിയെ ഞാൻ അങ്ങേക്ക് ഓതി തരികയോ, എന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി അങ്ങ് കാത്തിരിക്കുകയോ? ഞാൻ ഓതുന്നത് കേൾക്കാൻ അങ്ങ് കൊതിക്കുന്നോ നബിയെ? ഞാൻ ഓതുന്നത് കേൾക്കാൻ അങ്ങ് മോഹിക്കുന്നോ നബിയെ? ഞാൻ എന്തിനാണ് അങ്ങേക്ക് ഓതിത്തരേണ്ടത്? അഖ്റഉ അലൈക, ഞാൻ ഓതണോ? അങ്ങല്ലയോ ഇഖ്റ ബിസ്മിയുടെ നായകർ, അങ്ങേക്ക് ഞാൻ ഓതിത്തരണോ നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അസ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി. മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാ. അപ്പൊ ഓതല് മാത്രമല്ല ഇഷ്ടം, കേൾക്കുന്നത് ഇഷ്ടമാണ്. കേൾക്കുന്നത് നല്ലതാ. ഗർഭിണികളായ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഖുർആൻ ഓതണം. എന്തിനാന്നറിയോ? അവരുടെ ശരീരത്തിനുള്ള ഒരു വലിയ വ്യായാമമാണത്. ആ ശ്വാസ നിശ്വാസത്തിന്റെ താളത്തിന് കറക്റ്റായിട്ട് ഒരു വലിയ ക്രമീകരണം ഖുർആന്റെ പാരായണത്തിലൂടെ കിട്ടുന്നുണ്ട്. അത് മാത്രല്ല, ഓതി കേൾക്കുന്ന ശബ്ദം ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കേൾക്കാം. ഗർഭിണികൾ ഗീബത്ത് നമീമത്ത് പറയുന്നോടത്തും കളവ് പറയുന്നോടത്തും കോമഡി കാണാനും സിനിമ കാണാനൊന്നും പോയിരിക്കരുത്. ആ കുഞ്ഞ ശബ്ദം കേൾക്കാം. സമീഅ ബസീർ എന്ന പ്രയോഗ ഖുർആനിലുള്ളത്. സമീഅ ആദ്യം വരും, കേൾവി. ബസീർ പിന്നെ വരാ, കാഴ്ച.
ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ടു കൊടുക്കും. 5 മാസത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ കേൾക്കും. അങ്ങനെ മഹാന്മാർ പറഞ്ഞു. അപ്പൊ ഗർഭിണി ഇങ്ങനെ ഓതാണെങ്കിൽ ആ കുട്ടി അത് കേൾക്കാം. അങ്ങനെയുണ്ട്. അപ്പോഴുണ്ട് ഇങ്ങനെ മെമ്മറി കാർഡും പെൻഡ്രൈവ് ഒക്കെ കുത്തിയ USB ഒക്കെ കുത്തി കഴിഞ്ഞാൽ ഖുർആൻ പാരായണം റീഡ് ചെയ്യുന്ന ഒരു പുതിയ ഉപകരണമുണ്ട്. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അതിങ്ങനെ ഓത്ത് സുദൈസി ഇമാമും അഹമ്മദുൽ അജ്മിയൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇപ്പുറത്തൂടെ വേറെ വർത്താനം ഫോൺ ചെയ്യില്ല. ഖുർആൻ ഓതിൽ എവിടെയെങ്കിലും കേട്ടു തുടങ്ങിയാൽ പിന്നെയുള്ള വർത്താനം നിർത്തിക്കൊള്ളാനാണ്. മൊബൈൽ ഫോണിന്റെ റിംഗ് ടൂൺ ഖുർആൻ പാരായണം വെക്കാൻ പാടില്ല എന്ന് ഒരിക്കൽ സൗദി ഔഖാഫിന്റെ ഫത്വ ഉണ്ടായിരുന്നു. എന്താ കാരണം? ഖുർആൻ പാരായണം കേട്ടാ പിന്നെ മിണ്ടാൻ പാടില്ല എന്നാ. മൊബൈലിന്റെ റിങ് ഇനി മിണ്ടാൻ വേണ്ടിയുള്ള ഒരു തുടക്ക. റിങ് അടിച്ചാ പിന്നെ മൊബൈല് എടുത്തിട്ട് മിണ്ടല് തുടങ്ങാം. ഖുർആൻ നിർത്തിയിട്ട് മിണ്ടല് തുടങ്ങല് ഖുർആൻ പാരായണത്തോടുള്ള അവഗണനയായതുകൊണ്ട് അത് ഹറാമാണെന്ന് ഫത്വ കൊടുത്തു സൗദി ഔഖാഫ്. ഖുർആൻ പാരായണം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഓഡിയോ കേൾക്കാം. അവിടെ അങ്ങനെ ചിലരുണ്ട് കാറിൽ ഖുർആൻ പാരായണം വെക്കും. എന്നിട്ടുള്ള വർത്താനം മുഴുവനും അതിങ്ങനെ അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ അതിങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ അതിലിങ്ങനെ പറഞ്ഞു പോകലുണ്ട്. ഇബ്നു മസ്ഊദിനോട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ ഓദിക്കേ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഫഖറഅതു, ഞാൻ അങ്ങ് ഓതാൻ തുടങ്ങി സൂറത്തുൻ നിസാ. സൂറത്തുൻ നിസാ ഞാൻ ഓതി. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. മെല്ലെ മെല്ലെ ഞാൻ ഓതുന്നു. ഓതി ഓതി ഞാൻ ഓതി തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശ്രദ്ധ അള്ളാഹുവിന്റെ ഹബീബ് ഞാൻ ഓതുന്നതിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. ആ സമയം ഞാൻ ഓതി ഓതി വന്നപ്പോൾ സൂറത്തുൻ നിസാഇന്റെ 40-ാമത്തെ ആയത്തിലേക്ക് എത്തി. 40-ാമത്തെ ആയത്ത് ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബിന്റെ മുഖത്ത് മാറ്റങ്ങളില്ല. 41-ാമത്തെ ആയത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്താണിത്. ഇവിടെ എത്തിയപ്പോൾ റസൂൽ തന്നോട് പറഞ്ഞു, അംസിക് അംസിക് അംസിക്. ഇബ്നു മസ്ഊദേ, നിർത്തുമോനെ. ഇബ്നു മസ്ഊദേ, ഖുർആൻ പാരായണം മതിയാക്ക് മോനെ. എന്തുകൊണ്ട്? സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിൽ പറഞ്ഞത് മഹ്ശറയാ, അമ്പിയാക്കളെ വിചാരണ ചെയ്യുന്നതാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബെ, അങ്ങേക്കും ആ വിചാരണ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ എന്ന പ്രഖ്യാപനമാതിലുള്ളത്. മഹ്ശറയുടെ ഭീകരമായ അവസ്ഥയെ ചിത്രീകരിക്കുന്ന ആയത്തിൽ പ്രവാചകന്മാരെ പോലും അള്ളാഹു വിചാരണ ചെയ്യുമോ എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ആയത്തിന്റെ ധ്വനി കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അതിൽ ലയിച്ചിരിക്കുന്ന നബി തങ്ങൾ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, നിർത്തുമോനെ. ഫറഅയ്തു ഐനൈഹി തദ്റുഫാനി, ഞാൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്തിലെ മിനുസമുള്ള കവിൾത്തടത്തിന്റെ മാർദ്ദവമായ ഭാഗത്തുകൂടി അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്നു. ചുണ്ടുകൾ വിതുമ്പുന്നു. ഗദ്ഗദത്തോടുകൂടെ റസൂലുള്ളാഹി പറഞ്ഞു, നിർത്തുമോനെ. ലയിച്ചു. ഇബ്നു മസ്ഊദിന്റെ പാരായണം റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. ഇബ്നു മസ്ഊദ് ഖുർആനിനോട് ചേർന്ന മനുഷ്യനാണ്. ഇബ്നു മസ്ഊദിന് രോഗമായിപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭരണകാലഘട്ടത്തിലാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ വഫാത്താകുന്നത്. ഇബ്നു കസീർ പറയാം, രോഗം മൂർച്ഛിച്ച സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സന്ദർശിക്കാൻ ചെല്ലാണ്. ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ മാ തസ്തകി, എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോ ഇബ്നു മസ്ഊദേ? നമ്മൾ പറയും, ഒരു 5-6 വാഴ വെച്ചു, കൊലച്ച് കാണുന്നുണ്ടായിരുന്നു, അപ്പോഴേക്കേ അസുഖം വന്നത്, എന്തെങ്കിലുമൊക്കെ പറയും അല്ലേ.
പേരക്കുട്ടി സ്കൂളിൽ പോയത് കാണണം, അല്ലെങ്കിൽ വിവാഹം കാണണം, എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടാവും. എന്തെങ്കിലും പരാതിയുണ്ടോ ഇബ്നു മസ്ഊദേ? ഖുർആനിനോട് ജീവിതം ലയിച്ച മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു പരാതി ഉണ്ട് ഉസ്മാൻ. എന്താണ് അങ്ങയുടെ പരാതി? എന്റെ പരാതി ഒന്നേ ഉള്ളൂ, ദുനൂബി 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 ദുനൂബി. ഞാൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു പൊറുക്കോ എന്റെ പാപങ്ങൾ. എന്റെ പരാതി അതാ. ഒന്ന് അല്ലാഹുവോട് ദുആരക്കണം, എന്റെ പാപം പൊറുക്കാൻ. എന്റെ പരാതി അതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മുന്നിൽ സൂഫിയായ മഹാനായ ഇബ്നു മസ്ഊദ് പറയുന്നത് റളിയല്ലാഹു അൻഹുമാ, ആത്മീയമായ ചിന്തയിലാണ് ഉസ്മാൻ തങ്ങൾ പിന്നെയും ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? പറയൂലോ, നമ്മൾ പറയൂലോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും ഒരു ആഗ്രഹം പറയും. ഇബ്നു മസ്ഊദും പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ബഹുമാനത്തോടുകൂടെ എന്ത് പറഞ്ഞാലും ഖലീഫ നടത്തിക്കൊടുക്കും. അങ്ങനത്തെ ഭരണാധികാരി ചോദിക്കാ എന്തുണ്ടെങ്കിലും പറഞ്ഞോ, നടത്തിത്തരാം. പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, അത് നടത്തിത്തരുമോ? ഏതാണ് അങ്ങയുടെ ആഗ്രഹം? റഹ്മത്ത് റബ്ബി, എന്റെ റബ്ബ് എന്നോട് കരുണ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങ് നടത്തിത്തരുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കഴിയോ? ഇല്ല, ദ്വാരന്നേക്കാന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, രോഗം ശക്തമാ, മരണം സുനിശ്ചിതമാ, എന്നാലും വൈദ്യരെ വിളിക്കട്ടെ, ഡോക്ടറെ വിളിക്കട്ടെ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ, ഇനി കൂടുതൽ ഒരു ചികിത്സ വേണമെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, എനിക്ക് വേണ്ടിയിട്ടൊരു ഡോക്ടറെ വിളിക്കണ്ട. എന്താ കാരണം? എനിക്ക് വേണ്ടി ഡോക്ടറെ വിളിക്കേണ്ട കാരണം എനിക്ക് ആ ഡോക്ടറാണ് അത്തബീബു അംറദനി, ആ ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത്. എന്റെ ഡോക്ടർ എന്റെ അല്ലാഹ്, സാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, അവനാണ് എനിക്ക് രോഗം തന്നത്. അതുകൊണ്ട് ഡോക്ടർ തന്ന രോഗം തന്നെ, ആ ഡോക്ടറെ ഇനി വിളിക്കണ്ട. അപ്പൊ ചോദിക്കുന്നുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇപ്പൊ എത്ര ചോദ്യായി? ആദ്യം ചോദിച്ചു എന്താ പരാതി എന്ന്, രണ്ടാമത് ചോദിച്ചു എന്താ ആഗ്രഹമെന്ന്, മൂന്നാമത് ചോദിച്ചു ഞാൻ അങ്ങേക്ക് ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു, നാലാമത് ചോദിക്കാല ആമുറുലക ബിഅത്ത, പണം വല്ലതും വേണോ ഇബ്നു മസ്ഊദ്? പണം വല്ലതും വേണോ? ഭരണാധികാരി സർവ പ്രൗഢിയിലും പരിവാരങ്ങളോടുകൂടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരി ഔദ്യോഗികമായി വന്ന് ചോദിക്ക, പണം വേണോ, എത്ര വേണം? ഇബ്നു മസ്ഊദ് പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, എനിക്ക് പണം വേണ്ട. അപ്പോൾ ഉസ്മാൻ മാറ്റി ചോദിച്ചു, റളിയല്ലാഹു അൻഹുമാ, യകൂനു ലിബനാതിക, പെൺമക്കളല്ലേ ഉള്ളത്, മിമ്പഴുതിക്ക, അങ്ങ് മരണപ്പെട്ടാൽ ആ പെൺകിടാങ്ങൾക്ക് അങ്ങേക്ക് ഞാൻ തരുന്ന പണം ഉപകാരപ്പെട്ടാലോ? പെൺകിടാങ്ങളല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് അതുവരെ സംസാരിച്ച ഇബ്നു മസ്ഊദ് അല്ല ഇനി സംസാരിക്കുന്നത്. ഒരൽപ്പം ഗൗരവം ആ തളർന്ന ശരീരത്തിൽ വന്നു, ഒരൽപ്പം ശബ്ദമുയർന്നു. ചോദിച്ചു, ഉസ്മാനെ, ഞാൻ മരിച്ചുപോയാൽ എന്റെ പെൺമക്കൾക്ക് പട്ടിണി വരുമോ, ദരിദ്രം വരുമോ എന്ന് അങ്ങ് ഭയക്കുന്നു ഉസ്മാൻ? അങ്ങനെ ഭയക്കണ്ട എന്റെ പൊന്നാര, പെൺമക്കൾ പട്ടിണിയാവൂല, അവർക്ക് ദാരിദ്ര്യം വരൂല ഉസ്മാൻ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നി അമർത്തു ബനാത്തി, എന്റെ പെൺകിടാങ്ങളെ ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടേ. യഖറഅന കുല്ല ലൈല സൂറത്തുൽ വാഖിഅ, എല്ലാ രാത്രിയിലും എന്റെ പെൺമക്കള് വാഖിഅ മുടങ്ങൂല. കുഞ്ഞിലേ ഞാൻ പഠിപ്പിച്ചു. ഖുർആനോട് ചേർന്ന ഉപ്പ, ഖുർആനിൽ ലയിച്ച ഉപ്പ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുത്ത് സന്തോഷിപ്പിച്ച ഉപ്പ, പെൺകിടാങ്ങൾക്ക് വാഖിഅ പഠിപ്പിച്ചു.
ആ വാക്യ ഉപ്പ മരിച്ചാലും മക്കളെ നിങ്ങളുടെ സമ്പത്തും വരുമാനവും സൂറത്തുൽ വാഖിഅ വീട്ടിലേക്ക് പണം ഒഴുകുമെന്ന് ഉപ്പ പഠിപ്പിച്ചു. ഖൽബിലേക്ക് കയറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, എന്റെ പൊന്നു മക്കളെല്ലാ രാത്രിയിലും വാഖിഅ ഓതണമെന്ന് ഞാൻ അവരോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവര് വാഖിഅ മുടങ്ങൂല എങ്കിൽ എന്റെ മക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ കഷ്ടകാലമോ ഉണ്ടാവൂല. എന്താണ് ഞാൻ എന്റെ മക്കൾ അങ്ങനെ ഏൽപ്പിക്കാൻ കാരണമെന്നറിയോ? ഇന്നീ സമീഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ, ഹബീബായ നബി തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല, എല്ലാ രാത്രിയിലും വാഖിഅ മുടങ്ങാത്തവർക്ക് ലം തുസിബുഹു ഫഖത്തുൻ അബദാ, എല്ലാ രാത്രിയിലും വാഖിഅ മുടങ്ങാറില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല, ദാരിദ്ര്യം വരൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ വാഖിഅ മുടങ്ങാറില്ല. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വാഖിഅ ഓതണം. 100 ദിവസം ഓതണം. ഒരു വാഖിഅ 2 ഖുൽ ഹുവല്ലാഹിന്റെ ആ പരിപാടി കഴിഞ്ഞു. ഒരു വാഖിഅ ഒരു ഫാത്തിഹേണ്ടി തീർന്നു. ഒരു വാഖിഅ അങ്ങോട്ട് ഓതണം. ഓതി 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 നിസ്കാരത്തിൽ ഓതണം. തഹജ്ജുദ് നിസ്കാരത്തിലൊക്കെ ഓതാൻ നല്ല സൂറത്തല്ലേ സൂറത്തുൽ വാഖിഅ. നിസ്കാരത്തിൽ ഓതാൻ വേണ്ടി ഓതുന്ന പോലെ ഓതണം. ഒരു ഓതൽ അവർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, പക്ഷെ ഖുർആൻ പാരായണത്തിലേക്ക് അവർ ആ ട്യൂൺ കൊണ്ടുവരില്ല. അവർക്ക് നല്ല ഉച്ചാരണ ശുദ്ധിയുണ്ട്, അവരുടെ ശബ്ദത്തിന് നല്ല മധുരമുണ്ട്, പക്ഷെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരില്ല. അങ്ങനെയുണ്ട്. ചിലർക്ക് പാട്ട് പാടാനൊക്കെ അറിയാം, നല്ല നല്ല ശബ്ദത്തിൽ സംസാരിക്കാൻ അറിയാം, നല്ല ഉച്ചാരണ സൗകുമാര്യത ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഖുർആൻ പാരായണത്തിലേക്ക് എന്തേ കൊണ്ടുവന്ന? ഒരു 10 ദിവസം ഒരു ഖുർആൻ പാരായണത്തിന്റെ മനോഹരമായ ശബ്ദം ഇങ്ങനെ കേട്ടാ നമ്മളതിങ്ങനെ കേട്ട് 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 ഇങ്ങനെ ഓതിയ 10ന്റെ അന്ന് നമ്മളതുപോലെ ഓതും. അങ്ങനെയല്ലേ ഖുർആൻ പാരായണത്തിന്റെ ട്യൂൺ പഠിക്കുക. ഖുർആൻ ട്യൂണിൽ ഓതാ. അപ്പൊ യാസീനൊക്കെ ഓതുമ്പോ ഒന്ന് ട്യൂണിൽ ഓതാൻ നല്ല ഖിറാത്തുകൾ ഇങ്ങനെ കേൾക്കണം. ഒരു 8 മിനിറ്റും 10 മിനിറ്റും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഓത്തുകളുണ്ട്, അതിങ്ങനെ കേൾക്കണം. രസാണിത്. ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. ഖുർആൻ കേട്ടുറങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൗകര്യങ്ങളൊക്കെ അല്ലാഹു കൂടുതൽ തന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഹിസാബ് കടുപ്പ. നമുക്ക് ഹിസാബ് കടുപ്പമാണ്. നമുക്ക് അള്ളാന്റെ മുന്നിൽ ഒഴിവ് കഴിവുകൾ പറയാൻ കഴിയൂല. അല്ലാഹുവേ നീ നന്നാക്കി തരണേ അല്ലാ. റബ്ബേ അമൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകു അല്ലാ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റു റഹ്മാനേ. അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് ഹസനാക്ക് അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ടെൻഷനാണ് ഉസ്താദെ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ ഒട്ടുമേ ഉറങ്ങിയിട്ടില്ല. സങ്കടത്തോടുകൂടി ഒരാൾ ദുആ ഇറക്കാൻ പറഞ്ഞു. അവരുടെ ഏത് ടെൻഷനും റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ. ഒരു സഹോദരി ആസ്റ്റർ മെഡിസിറ്റിയിൽ കാലുവേദന, മുട്ടുവേദന, ശാരീരിക അസ്വസ്ഥതകൾ പലതുമുള്ളതിനോടുകൂടെ
ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർ ദുആരക്കാൻ പറഞ്ഞു, എളുപ്പമാക്കുക അല്ലാഹ്. കുരിച്ചൊരിയുന്ന മഴയത്തും ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ സദസ്സിനെ ധന്യമാക്കിയവരുണ്ട്. അല്ലാഹുവേ, ഖൈറ് നൽകു അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ദുരന്തങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും സങ്കടങ്ങളും തരല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടോ മനക്കരുത്ത് കൊണ്ടോ ദുർബലമായ ഞങ്ങളുടെ ഈമാൻ കൊണ്ടോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വിഷമവും തരല്ലേ അല്ലാഹ്. മരുന്ന് ഫലിക്കാത്ത രോഗം തരല്ലേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള വിഷമങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലും ഇസ്സത്തിലുമാക്കണേ അല്ലാഹ്. ലഹരി ഉപയോഗങ്ങളിൽ പെടല്ലേ അല്ലാഹ്. നിസ്കാരം ഖളാ ആവല്ലേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, കീറി മുറിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളുടെ ശരീരത്തിന് കേടുപാടുകൾ വരല്ലേ അല്ലാഹ്. വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചികിത്സിച്ച് കടം വന്നു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ലോണിൽ കുടുങ്ങിയവരെ കരകയറ്റണേ അല്ലാഹ്. കടങ്ങളുണ്ട് റബ്ബേ, നീ തന്നതല്ലേ, നിറവേറ്റണേ അല്ലാഹ്, വീട്ടിത്തരണേ അല്ലാഹ്. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് എളുപ്പമാക്കു അല്ലാഹ്. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് എളുപ്പമാക്കു അല്ലാഹ്. കബൂലാക്ക് അല്ലാഹ്. വൈകല്ല തമ്പുരാനെ ഞങ്ങൾ അവിടേക്ക് എത്തിക്ക് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങള് സഹോദരിമാര്, ഭാര്യ ഭർത്താവ് മക്കള് മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്ത് നൽകുക അല്ലാഹ്. മരിച്ചുപോയവർ പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകുക അല്ലാഹ്. സ്വർഗം കൊടുക്കുക അല്ലാഹ്. സ്വർഗം കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ റഹ്മാനെ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.